ഭാഗത്താണ്. നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ചിരിക്കുക. മനസ്സിലായി? എല്ലാവരും സഹകരിച്ച് സമൂഹത്തിൽ എല്ലാവരും ഇവിടെ ചേർന്ന് നിന്ന് സഹകരിക്കുകയാണ്. എൻ്റെ ഒരു കാട്ടിൽ പോയി എനിക്ക് തപസ് ചെയ്തിട്ട് എന്തുകൊണ്ട് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ പച്ചയായിട്ടുള്ള മനുഷ്യൻ എല്ലാവരുടെയും ഇടയിൽ ജീവിക്കുന്നു. യോഗിയുമല്ല രോഗിയുമല്ല, അതായത് ജീവിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇതിന് പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ജീവിക്കണം, നമ്മളെല്ലാവരും ഒരുപോലെയല്ലേ ജീവിക്കുന്നത്. അവനും ഇത് നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്നു. അതിന് അവനെ അപ്പം ഇതെല്ലാം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇതെല്ലാം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഭൂമി രാത്രിയും പകലും. ക്യാമറ എടുക്കട്ടോ. ഈ രാത്രിയും പകലെന്ന് പറയുന്നത് ആർക്കൊന്നും തടയാൻ പറ്റുമോ? രാത്രിയും പകലും ആർക്കും തടയാൻ പറ്റത്തില്ല. അതേപോലെയുള്ള ഫോഴ്സസാണ് നമ്മളെ ചലിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. അത്രയും പവർഫുള്ളാണ്. രാത്രിയും പകലും തടയാൻ പറ്റുന്നില്ലെങ്കിൽ രാത്രിയും പകലിൻ്റെ സ്വാധീനം നമ്മളിലില്ലേ? ചന്ദ്രൻ്റെ സ്വാധീനമില്ലേ? ഇതെല്ലാം ചേർന്നാണ് നമ്മളുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ എവിടെയാ പ്രശ്നം? എവിടെയാണ് പ്രശ്നം? നമ്മളുണ്ടാക്കിയ പ്രശ്നം. അത് നമ്മുടെ അഹങ്കാരം കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അഹങ്കാരം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. വേറൊരു കപ്പലിൻ്റെ ട്രാക്കിലോട്ട് നമ്മുടെ കപ്പൽ കയറി വെച്ച് മാറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പർട്ടിക്കുലർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ? കൂട്ടുമുട്ടും അല്ലേ? കപ്പൽ കുട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? തകർന്നു പോകും. എത്ര വലിയ കപ്പലാണെങ്കിലും കടപ്പുറത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ വലിയ കപ്പലാണ്. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് അത്രയും ഇതായിരിക്കും. ചെറുത് ചിലപ്പോൾ പെട്ടെന്ന് തകർന്നു പോകും. രണ്ട് വലിയ കപ്പൽ തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ രണ്ട് കപ്പലും വലിയ ഡാമേജ് സംഭവിക്കും. എന്തിനാണ് രണ്ട് മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്? രണ്ട് മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്തിനാണ്? ഡാമേജ് ചെറുതോ വലുതോ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ സംശയിക്കുന്നത് എന്തിനാണ്? എന്നെ സംശയമുള്ളത് കൊണ്ടാണ്. എന്നെ ഞാൻ അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഞാൻ എന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് വരുമ്പോൾ എന്നെ അനുഭവിക്കാനുള്ള സൗകര്യം കൂടുകയല്ലേ ഇന്ന്? ഞാൻ തന്നെയല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. എന്നെ ചോദ്യം ചെയ്ത് നിർത്തിയാൽ നിങ്ങളോട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമ്മളാകത്തുള്ളൂ. സിമ്പിൾ.